നമസ്കാരമുണ്ട്. കേരളത്തിൻ്റെ ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറയുന്നത് തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ധാരാളം ആൾക്കാർ മെട്രോ റിയൽ എസ്റ്റേറ്റിനെ സന്ദർശിച്ച് നമുക്ക് പ്രോപ്പർട്ടി വിൽക്കണമെന്ന് പറഞ്ഞ് സമീപിക്കാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നറുക്കെടുപ്പിലൂടെ പ്രോപ്പർട്ടി വിൽക്കണമെന്ന് ആവശ്യവുമായിട്ട് സമീപിച്ചിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 19.5 സെൻറ്റ് ആറ്റിങ്ങലിലാണ്. അത് കഴിഞ്ഞിട്ട് ക്യൂവിൽ ഒരു 7ഓളം പ്രോപ്പർട്ടികൾ നിലവിലുണ്ട്. അത് ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയിൽ ഒരു പ്രധാന റിയൽ എസ്റ്റേറ്റ് സ്വന്തമാക്കാനുള്ള ഒരു നല്ല സുവർണ അവസരമാണ് നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത്. ഒരു അതുല്യമായ ലക്കി ഡ്രോ വാഗ്ദാനം ചെയ്യുന്നത് വളരെ ചെറിയ നിക്ഷേപത്തിലൂടെ ലോകത്തെവിടെ നിന്നുമുള്ള പങ്കാളികൾക്ക്, മലയാളികൾക്ക് ആറ്റിങ്ങലിലെ പ്രധാന ലാൻഡ് മാർക്കുകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന 19.5 സെൻറ്റ് വിലയേറിയ വാണിജ്യ ഭൂമി നേടാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. സുതാര്യമായ സാധ്യതകൾ, സൗജന്യ രജിസ്ട്രേഷൻ, അന്താരാഷ്ട്ര പ്രവേശനക്ഷമത എന്നിവ ഈ നറുക്കെടുപ്പിലൂടെ ന്യായവും ആവേശകരവുമാക്കുന്നു. കുറഞ്ഞ അപകട സാധ്യതയും പരമാവധി പ്രതിഫലവും ഉപയോഗിച്ച് ഒരു സ്വപ്ന സ്വത്ത് നേടാനുള്ള അവിശ്വസനീയമായ അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. അപ്പോൾ ഈ 19 സെൻറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ഭൂമിയാണ്. അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങൽ സിറ്റിയോട് ചേർന്നാണ്. ഭൂമിയുടെ മറ്റ് വിശദ വിവരങ്ങളെല്ലാം നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം ഈ നറുക്കെടുപ്പിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമസ്കാരമുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലക്കി ഡ്രായിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയാണ്. 19.5 സെൻറ്റാണ്. നമ്മുടെ റോഡ് ഫ്രണ്ടേജാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് 5.5 മീറ്ററാണ് ഫ്രണ്ടേജിൽ വഴിയുള്ളത് താൽക്കാലികം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ 20 മീറ്ററോളമാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫ്രണ്ടേജ്. വലിയ പ്രോജക്റ്റിനൊക്കെ സൂട്ടബിൾ ആകുന്ന രീതിയിൽ നമുക്ക് വീതിയുണ്ട്. 20 മീറ്ററോളം വീതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് 22-24 മീറ്ററോളം ഇതിൻ്റെ വീതി മറ്റുള്ള ഇതിൻ്റെ മധ്യ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കുണ്ട്. ഈ പ്രോപ്പർട്ടിക്കകത്ത് 2 വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മതിൽ തിരിച്ചിരിക്കുന്നതും ഇതിനകത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് 20 എന്നുള്ളത് ഏതാണ്ട് ഒരു 26ഓളം മീറ്റർ വീതി വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബാക്ക് കോമ്പൗണ്ട്. ഇവിടുന്ന് ആ എൻഡ് മതിൽ വരെ ചെന്ന് അവസാനിക്കും. അപ്പോൾ 40 തൊട്ട് വീതിയുണ്ട്. ഇതാണ് ഈ പ്രോപ്പർട്ടിയിൽ വരുന്ന രണ്ടാമത്തെ വീടെന്ന് പറയുന്നത്. ഈ മതിൽ തൊട്ട് അങ്ങ് അറ്റം വരെ പോകും. അപ്പോൾ ഇത് ഉദ്ദേശം 30-35 മീറ്ററിൻ്റെ ഇവിടെ വീതിയുണ്ട്. ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് 20 മീറ്ററോളം വീതിയുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ മുൻവശത്തുള്ള റോഡാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ സറൗണ്ടിങ് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ പ്രോപ്പർട്ടിയുടെ 50 മീറ്റർ ചുറ്റളവിലുള്ള ഇതാണ് കാണുന്നത്. അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് 100 മീറ്റർ ഉണ്ട്. ഇത് നെക്സ ഐഡിയൽ എല്ലാം 50 മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ആറ്റിങ്ങൽ സിറ്റിയാണ് 100 മീറ്റർ മാറുമ്പോൾ. വെഡ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് മയൂരി പോലെ. അശോക സൂപ്പർ മാർക്കറ്റ് 100 മീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. മയൂരി അടുത്താണ്. അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് IT ഉണ്ട്. മറ്റുള്ള എല്ലാം ഇത് ബിസിനസ് ഏരിയയാണ്, കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളെല്ലാമാണ് നമ്മൾ കണ്ടത്. ഈ പ്രോപ്പർട്ടിയിനകത്ത് 2 വീടുകളുണ്ട്. അതാണ് ഇത് കണ്ടത്. ഇതെല്ലാം ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടമാണ്. ഈ കാണുന്നതെല്ലാം ആറ്റിങ്ങൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് സിറ്റിയായി ഒരു 100 മീറ്റർ 150 മീറ്റർ മാറി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലാണ് ഈ കാണുന്നത്. മറ്റേ കച്ചേരി നട ഇതെല്ലാം 150-200 മീറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. കല്യാൺ മറ്റുള്ളതെല്ലാം ഉണ്ട്. ഇതാണ് ആറ്റിങ്ങൽ സിറ്റിയുടെ ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഈ പ്രോപ്പർട്ടി ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു.
നമ്മളിവിടെ ആറ്റിങ്ങൽ ഏരിയയിൽ 25 തൊട്ട് 30 ലക്ഷം വരെയാണ് സാധാരണ സെൻറ്റ് വില വരുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി ഒരു 19 സെൻറ്റ്, അതിന് ഒരു 18,50,000 ഇട്ടിരിക്കുന്നത് രജിസ്ട്രേഷൻ ചാർജ്. ലക്കി ട്രയൽ ആർക്കാണോ ഞങ്ങൾക്ക് കിട്ടുന്നത് അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് 18,50,000 ഇട്ടിരിക്കുന്നത്. നമ്മുടെ നെറ്റ് പ്രൈസ് നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് 18 ലക്ഷമാണ്. പക്ഷേ 18,50,000 ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ ഫീസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനാൽ 18,50,000 വെച്ചാണ് അത് 3.6 crores വരും എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് 25 തൊട്ട് 30 ലക്ഷം വരെയാണ്. അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 4.87 ഒരു 5 crores പ്രോപ്പർട്ടിയാണ് ഇതുള്ളത്. അത് 25 lakhs വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ മറ്റ് സാമ്പത്തിക വശങ്ങൾ. മറ്റേ ഇതിൻ്റെ നറുക്കെടുപ്പ് ഇതെങ്ങനെ പ്രാബല്യത്തിൽ വരുത്തും എന്നതിനെക്കുറിച്ച് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് പല ഡൗട്ടുകളും ഉണ്ടായിരിക്കും. ഇതിൻ്റെ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ലൈവ് സ്ട്രീം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് വിശ്വസനീയമായ രീതിയിൽ, അല്ലെങ്കിൽ ഒരു മിനിമം 100 ആൾക്കാരെങ്കിലും ഇതിൽ ഞറുക്കിൽ പങ്കെടുക്കുന്ന ഒരു 100 ആൾക്കാരുടെങ്കിലും സാന്നിധ്യത്തിൽ വെച്ചായിരിക്കും മിനിമം നമ്മൾ ഈ ഞറുക്കെടുപ്പും മറ്റുള്ള ഫംഗ്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അത് ലൈവ് സ്ട്രീം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിലൊന്നും ആരും വിഷമിക്കേണ്ട. നമ്മൾ വ്യക്തമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വിശ്വസനീയമായ രീതിയിൽ സത്യസന്ധമായിട്ട് തന്നെ ഇത് നടത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇതിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, വിദേശ മലയാളികളിൽ നിന്ന് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. ഒരു ഞറുക്കല്ല, ഒന്നിൽ കൂടുതൽ ഞറുക്ക് എടുക്കാനുള്ളതുണ്ട്. അതിന് വേണ്ട ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്യുക. പേയ്മെൻറ്റ് എല്ലാം ചെയ്യുന്നതിന് സുതാര്യമായ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ഇതിൽ ആഡൻസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക, നമ്മൾ തരുന്നതായിരിക്കും. ഒരു പേരും നമ്പരും ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് ഇമെയിലായിട്ടും കിട്ടും, വാട്സപ്പിലും കിട്ടും. അതുപോലെ തന്നെ ഇത് സുതാര്യമായിട്ട് ചെയ്തതായിരിക്കും. നന്ദി, നമസ്കാരം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.